ബാഴ്സലോണയ്ക്ക് ഇതിനേക്കാളും ഭേദം ക്ലബ് ബ്രൂജിനെതിരെ തോൽക്കുന്നതായിരുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ റീൽ അയച്ചു കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പോയിന്റ് സത്യത്തിൽ അവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കണം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പലരും പറയുന്നത് യമാൽ ഈസ് ബാക്ക് എന്നുള്ള ടാഗ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യമാലിന് പുള്ളി എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്ക് പരിക്കാണ്, ഇപ്പോഴും പരിക്കിലാണ്. എന്നാൽ പോലും ആ ലെവലിലേക്കുള്ളൊരു പെർഫോമൻസ്, പരിക്കുണ്ട് എന്നുള്ളത് പോലും കാണിക്കാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ യമാലിനെ കൊണ്ടിപ്പോൾ പറ്റുന്നുണ്ട് എന്നുള്ളതൊരു പോസിറ്റീവ് കാര്യം. അത് പലരും മിസ് ഔട്ട് ആക്കിപ്പോയി. 2, ഈ പറയുന്നത് പോലെ തന്നെ എല്ലാവരും പറയുന്നത് ഹൈലൈനിൽ ഒരുപാട് ഗോൾ വഴങ്ങുന്നുണ്ട്. സത്യത്തിൽ ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗോൾ വഴങ്ങുക എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിലും ബാഴ്സലോണയ്ക്ക് ഒരു പുതിയ കാര്യമൊന്നുമല്ല. അത് അവർ കഴിഞ്ഞ സീസണിലൊക്കെ വാങ്ങിച്ചിട്ടുള്ള കൺസീഡ് ചെയ്തുള്ള ഗോളുകളുടെ നമ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ന് നമ്മൾ ചിന്തിക്കും. സത്യത്തിൽ അതല്ല പ്രശ്നം. അതിനേക്കാളും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാര്യം എത്ര ഗോൾ വഴങ്ങിയാലും തിരിച്ചടിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഈ സീസണിൽ പല മാച്ചുകളിലും മിസ്സാവുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഒരു ക്രോസ് ബാർ റിഗാസി അടിച്ച സാധനം ഒരു ക്രോസ് ബാർ പോയപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. അതുപോലെ തന്നെ വേറൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസിനെ എല്ലാം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഫെറാൻ ടോറസിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പാസ് ഉണ്ടായിരുന്നു യമാൽ. അത് പുള്ളി കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു സാധനമായിരുന്നു. അവിടെ റഫീനിയോ ലെവൻഡോസ്കിയോ ആയിരുന്നെങ്കിൽ കളി ഇതൊന്നും ആയിരുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റാണ് ഏറ്റവും വലിയ പോയിന്റ്. കാരണം ഇപ്പോൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈലൈൻ ഡിഫൻസ് അല്ലേ പ്രശ്നം, ഒന്ന് മാറ്റിക്കൂടെ, ഹാൻസി ഫ്ലിക്ക് തന്നെ പരാജയം പോലെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരു 1 സീസൺ വണ്ടർ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്കും ഇവരോടൊക്കെ പറയാനായിട്ടുള്ളത്. I think we have to go on this. We have to work on that. We know this. And how I said, when everyone is back, then you can massage. And to all the Barca fans out there, guys, we are coming back. അതിനുള്ള എല്ലാ സൂചനകളും തന്നിട്ടുള്ളൊരു മാച്ചാണ്. ശരിയാണ്, ചിലപ്പോൾ നമ്മളെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടാവില്ല, വിജയമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ പതിയെ റിതം കണ്ടുപിടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചിൽ കുപ്പിച്ചിൽ.